السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. الله നമുക്ക് തരട്ടെ, അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തി തരട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റജ്അത്തിൻ്റെ പാടാണല്ലോ അല്ലേ, മടക്കിയെടുക്കുന്ന പാഠം. ഞാനിങ്ങനെ സലാം പറയുമ്പോഴിങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒറ്റക്കാണല്ലോ, അതിൽ എഴുതി അയക്കുന്ന മാതിരിയാണ് തോന്നാറുള്ളത്. ആരൊക്കെയാണ് ഇപ്പോൾ സലാം മടക്കുക? നിങ്ങളൊക്കെ സലാം മടക്കുമ്പോൾ നിങ്ങളൊക്കെ മനസ്സിൽ കരുതുന്നുണ്ടാവുമല്ലോ അല്ലേ. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ മുന്നിൽ ആരുമില്ല, പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് എൻ്റെ സലാം നിങ്ങൾക്ക് എത്തുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ 100 കൊല്ലം കഴിഞ്ഞാലും ദുന്യാവുണ്ടെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആരൊക്കെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ് കരുതാറുള്ളത്. നമ്മൾ സലാം മടക്കുമ്പോൾ അതേമാതിരി കരുതിയാൽ മതി, ഉസ്താദിന് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്ന്. ഒരു ദുആ എന്ന രീതിയിൽ അത് ഏതായാലും പറ്റുമല്ലോ. അള്ളാഹു നമുക്കൊക്കെ പുറത്തിരട്ടെ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആരൊക്കെ ഈ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ അവരൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എനിക്കതൊരറിയില്ല. ഒരു പക്ഷേ ഇനി കുറേ കാലം കഴിഞ്ഞാൽ അവർക്ക് എന്നെയും അറിയില്ല ആരാണ് ഈ പറയുന്നത്. ഫത്ഹുൽ മുഈൻ എല്ലാവർക്കും ആവശ്യമുണ്ടാവുമല്ലോ. ഫത്ഹുൽ മുഈൻ അള്ളാഹു സ്വീകരിച്ചൊരു കിതാബല്ലേ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നമ്മളെ പ്രതീക്ഷ. എന്നാലും നാഫിയായ ഇൽമ് പഠിക്കുക, ദുആ ചെയ്യുക. ഈ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ, റജഇയ്യത്ത്, ബായിന് 2 ഉണ്ടല്ലോ, മടക്കിയെടുക്കാൻ പറ്റുന്നു മടക്കിയെടുക്കാൻ പറ്റാത്തത്. ഖുൽഅ് ചെയ്യപ്പെട്ട സ്ത്രീ ബായിനാണ്, ഫസ്ഖ് ചെയ്യപ്പെട്ട സ്ത്രീ ബായിനാണ്. 3 തലാഖും ചൊല്ലി പൂർത്തിയായ സ്ത്രീ ബായിനാണ്. വത്ഇന് മുമ്പ് 1 തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീ ബായിനാണ്. അപ്പം അത്തരം റജഇയായ സ്ത്രീകളുമായിട്ട് അവരെ മടക്കിയെടുക്കണമെങ്കിൽ മടക്കിയെടുത്തു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിന് മുമ്പ് അവരുമായി ഒരു നിലക്കുള്ള ബന്ധവും പാടില്ല, നോക്കാൻ പോലും പാടില്ല. യഹ്റുമു തമത്തു ബി റജഇയ്യത്തിൻ, റജഇയായ തലാഖിലുള്ള സ്ത്രീയുമായിട്ട് സുഖമെടുക്കൽ ഹറാമാണ്. തമത്തു, അവളെ ആസ്വദിക്കൽ. വലോബി മുറജറദി നദിരിൻ, കേവലം നോട്ടം കൊണ്ടുപോലും. പക്ഷെ ഒരു ആനുകൂല്യമുണ്ട്, ബത്ത് നടന്നു നിൽക്കുക മടക്കിയെടുക്കാതെ, എന്നാൽ ശിക്ഷ ഉണ്ടാവില്ല, എറിഞ്ഞു കൊല്ലുക എന്നുള്ള. വലാ ഹദ്ദ ഇൻ ബത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ ശിക്ഷ ഉണ്ടാവില്ല, അതായത് എറിഞ്ഞു കൊല്ലില്ല. ബൽ യുഅസ്സർ, അയാളെ ശിക്ഷിക്കുക. അതിൻ്റെ താഴെയുള്ള എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുത്തിട്ട് കോടതി അയാളെ ശിക്ഷിക്കും. ഇത് കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്ന ഒരു തർക്കമുണ്ടായാലോ, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇത് കഴിയുന്നതിന് മുമ്പാണോ ഈ വത്ത് നടന്നത്, ശേഷമാണോ ഈ വത്ത് നടന്നതെന്നുള്ള സാധ്യത, അങ്ങനെ പലതും. അവിടെ അവളെ വാദമാണ് സ്വീകരിക്കുക. വത്തുസദ്ദഖു ബിയമീനിഹ, അവളെയാണ് സ്വീകരിക്കപ്പെടുക. അവളെ കോടതിയിൽ സത്യം ചെയ്യിപ്പിക്കുക വഴി ഫിൻഖളാഇൽ ഇദ്ദത്തി, ഇദ്ദ കഴിഞ്ഞു എന്ന വാദത്തിൽ. ഭർത്താവ് കഴിഞ്ഞിട്ടില്ല എന്നും പറയുമ്പോൾ എങ്ങനെ ഇദ്ദ കഴിഞ്ഞു എന്ന് ഗൈരിൽ അശ്വരി, മാസങ്ങളെ കൊണ്ടല്ലാതെ. മാസങ്ങളെ കൊണ്ടുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ, 3 മാസം അല്ലെങ്കിൽ 4 മാസം 10 ദിവസം. മാസങ്ങളെ കൊണ്ടല്ലാതെ ഇദ്ദ എന്ന് പറയുമ്പോൾ മിൻ അഖ്റാഇൻ, ഹൈള് കൊണ്ടുള്ള, ഔ വളഇൻ, അല്ലെങ്കിൽ പ്രസവം കൊണ്ടുള്ള ഇദ്ദ കഴിഞ്ഞു എന്ന വാദത്തിൽ. പക്ഷേ നമുക്കതിന് അതിനൊരു സാധ്യത വേണം, അല്ലാതെ ഇപ്പോൾ ഹൈളുള്ള സ്ത്രീൻ്റെ 2 മാസം 1 മാസം കൊണ്ടൊന്നും കഴിയില്ലല്ലോ. അവളെ വാദമാണ് സ്വീകരിക്കുക. വൈൻ അങ്കറഹു സൗജു, ഭർത്താവ് അതിനെ നിഷേധിച്ചാൽ പോലും. ഔ ഖാലഫത്ത് ആദത്തഹ, അല്ലെങ്കിൽ അത് അവളുടെ പതിവിന് വിപരീതമാണെങ്കിൽ പോലും. സാധാരണ ഈ പ്രസവിക്കാൻ ചില മാസങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ 3 ഹൈള് കഴിയാൻ, ശുദ്ധി കഴിയാൻ. അങ്ങനത്തെ സാധാരണക്കെതിരായിട്ടാണ് അവർ ബാധിച്ചത് എങ്കിൽ പോലും എന്തുകൊണ്ട് സ്ത്രീകൾ മുക്തമനാത്തുൻ, അവരെ വിശ്വസിക്കപ്പെടേണ്ടവരാണ്. അലാ റഹാമിഹിന്ന, അവരുടെ ഗർഭപാത്രത്തിലുള്ള
ഹൈളായാലും ശുദ്ധിയായാലും കുട്ടിയായാലും അത് അവർ പറയുന്നതാണ് വിശ്വസിക്കപ്പെടേണ്ടത്. അടുത്ത വിഷയം, റജയ്യായ തലാഖിലുള്ള സ്ത്രീ ഇദ്ദയിലായിരിക്കുമ്പോൾ മടക്കിയെടുക്കാമല്ലോ. ഇദ്ദ കഴിഞ്ഞാൽ മടക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ മടക്കിയെടുത്തൊരു കേസിൽ ഇയാൾ പറഞ്ഞു ഞാൻ ഇദ്ദ കഴിയുന്നതിന് മുമ്പാണ് മടക്കിയെടുത്തത്. അവൾ പറഞ്ഞു അല്ല, ഇദ്ദ കഴിഞ്ഞിട്ടാണ് മടക്കിയെടുത്തത്, അതുകൊണ്ട് ശരിയായിട്ടില്ല, ഞാൻ നിങ്ങളെ ഭാര്യയല്ല. ഇങ്ങനെ ഒരു തർക്കം വന്നു. അവൾ ഇതുവരെ വിവാഹിതയായിട്ടുമില്ല. എന്താണ് പരിഹാരം? വലവിദ്ദ റജഅത്തുൻ, ഒരു സ്ത്രീ വാദിച്ചു. വലവിദ്ദ, ഒരു പുരുഷൻ വാദിച്ചു റജഅത്തെ മടക്കിയെടുത്തുവെന്ന് ഫിലിദ്ദത്ത് ഇദ്ദയിലായിരിക്കുമ്പോൾ. ഇപ്പോൾ ഈ വാദം നടക്കുമ്പോൾ വഹിയ മുഖ്ലിയത്തിന് ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ തർക്കം വന്നപ്പോൾ ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്, ഇൻഖളാന്നാണ് കഴിഞ്ഞു. ഫലം തങ്കി, അവൾ വിവാഹിതയായിട്ടുമില്ല. ഇവിടെ എന്താണ് പരിഹാരം? ഇവിടുത്തെ പരിഹാരം, ഇത് കഴിഞ്ഞത് എന്നാണ് എന്ന് രണ്ട് കൂട്ടരും സമ്മതിക്കുന്നുണ്ടോ? ജനുവരി 1-നാണ് എന്ന് രണ്ട് കൂട്ടരും പറയുന്നുണ്ടെങ്കിൽ ഫൈൻ ഇത്തഫഖ, രണ്ടുപേരും ഒരേ അഭിപ്രായക്കാരാണ്. അലാ വക്തിൽ ഇൻഖളാ, ഇത് കഴിഞ്ഞ സമയത്ത്, അഥവാ വെള്ളിയാഴ്ചയാണ് ഇത് കഴിഞ്ഞത്. അപ്പോൾ ശനിയാഴ്ചയെ വാദം നടക്കുന്നത്. അവൾ പറഞ്ഞു അയാൾ പറഞ്ഞു റാജായത്തു ഖബറു, വെള്ളിയാഴ്ചൻ്റെ മുമ്പ് തന്നെ ഞാൻ മടക്കിയെടുത്തിട്ടുണ്ട്. ഫക്കാലത്ത് അവൾ പറഞ്ഞു ഇല്ല, ബൽ ബാദഹു, ശേഷം. ഇതാണ് തർക്കം. അവിടെ അവളെ വാദമാണ് സ്വീകരിക്കുക. പക്ഷെ അവൾ സത്യം ചെയ്യണം. എന്ത്? അയാളങ്ങനെ മടക്കിയെടുത്തു എന്നുള്ള വിവരം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യണം. അവിടെ ഹുല്ലിഫത്ത്, അവളെ സത്യം ചെയ്യിപ്പിക്കണം. യമീനും ഹൽഫും ഒരേ അർത്ഥത്തിനാണ് സത്യം. എന്താണ് സത്യം ചെയ്യേണ്ടത് കോടതിയിൽ? കോടതി അന്നഹ, അവൾക്കില്ലാത്ത ആരും അറിയില്ല, അന്നഹു റാജ, അയാൾ വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് മടക്കിയെടുത്തതായിട്ട് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യണം. അങ്ങനെ സത്യം ചെയ്താൽ ഒത്ത് ശബ്ദവും അവളെയാണ് അംഗീകരിക്കപ്പെടുക. കാരണം അസ്ല, അടിസ്ഥാനം ആദമുറജാത്തി ഖബറു, അതിന് മുമ്പ് മടക്കിയെടുക്കാതിരിക്കലാണ് അസുലാണ്. തലാഖ് ജില്ലയല്ലേ, മടക്കിയെടുക്കാതിരിക്കലാണ് അസുൽ. ഓക്കെ, അപ്പോൾ മടക്കിയെടുത്ത സമയത്തിലാണ് ഇവിടെ തർക്കം. വെള്ളിയാഴ്ചയാണ് ഇദ്ദ കഴിഞ്ഞത്, വ്യാഴാഴ്ച മടക്കിയെടുത്തു എന്ന് പുരുഷൻ, അല്ല ശനിയാഴ്ചയാണ് മടക്കിയെടുത്തത് എന്ന് സ്ത്രീ. ഇവിടെയാണ് വിഷയം. ഇനി തർക്കം, മടക്കിയെടുത്ത സമയം രണ്ടു കൂട്ടരും പറയുന്നുണ്ട് ഒരേ സമയത്താണ്. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് മടക്കിയെടുത്തതെന്ന് രണ്ടാളും പറയുന്നുണ്ട്. കാരണം രണ്ടാളും കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ മടക്കിയെടുത്തു എന്ന് പറയുന്നത്. പക്ഷേ വെള്ളിയാഴ്ചയാണ് മടക്കിയെടുത്തതെന്ന് പറയുന്നുണ്ടെങ്കിലും ഇദ്ദ കഴിഞ്ഞത് വ്യാഴാഴ്ചയാണ് എന്ന് പെണ്ണ്, അയാൾ പറയാണ് ശനിയാഴ്ചയാണ് എന്ന്, അതിൻ്റെ മുമ്പേ മടക്കിയെടുത്തിട്ടുണ്ട്. ആദ്യം മടക്കിയെടുത്ത സമയത്തിലായിരുന്നു തർക്കം. ഇദ്ദ കഴിഞ്ഞ സമയം രണ്ടാളും ഇത്തിഫാഖ വെള്ളിയാഴ്ചയാണ്, ഇദ്ദ കഴിഞ്ഞ് ശനിയാഴ്ചയാണെന്ന് അയാൾ, വ്യാഴാഴ്ചയാണെന്ന് അവൾ. ഇവിടെ അങ്ങനെയല്ല, വെള്ളിയാഴ്ചയാണ് മടക്കിയെടുത്തത് എന്ന് രണ്ടാളും പറയുന്നു. പക്ഷേ ഇദ്ദ വ്യാഴാഴ്ച തന്നെ കഴിഞ്ഞു പോയി എന്ന് പെണ്ണ്, അല്ല ശനിയാഴ്ചയാണ് കഴിയുന്നത് എന്ന് പുരുഷൻ. എന്ത് ചെയ്യും? ഫലവിത്തഫക്കാല ഭക്തറജത്ത്, മടക്കിയെടുത്ത സമയത്ത് രണ്ടുപേരും യോജിപ്പാണ്. വെള്ളിയാഴ്ച വഖാലത്ത്, അവൾ പറഞ്ഞു ഇൻഖലത്ത് യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ഇദ്ദ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഖൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. വഖാൽ, അയാൾ പറഞ്ഞു ബൽ, അല്ല, ഇൻഖലത്ത് യൗമസബ്തി, ശനിയാഴ്ചയാണ് കഴിഞ്ഞത്. ഇവിടെ സുദ്ദഖ ബിയമീനിഹി, അയാളുടെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അയാൾ സത്യം ചെയ്യണം. എന്താണ് അയാൾ പറഞ്ഞ് സത്യം ചെയ്യേണ്ടത്? അന്നഹ മൻഖലത്ത് യൗമൽ ഖമീസ്, വ്യാഴാഴ്ച ഇദ്ദ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? മടക്കിയെടുത്തത് വെള്ളിയാഴ്ചയാണെന്ന് രണ്ടാളും ഒരുമിച്ച് പറയുന്നുണ്ടല്ലോ. ഇത്തിഫാഖിഹിമ, രണ്ടുപേരും ഒരുമിച്ച് പറയുന്നുണ്ടല്ലോ. അലാ റജഅത്തി, മടക്കിയെടുത്ത സമയം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ പിന്നെ അസ്ലെന്താ അദമുൻഖലാഇ ഖബലഹു, ആ വെള്ളിയാഴ്ചക്കും ഇദ്ദ കഴിയാതിരിക്കലല്ലേ അസ്ല്. ഓക്കെ,
വലോ തസബജ റജുലും മുഫാരിഖത്തഹു, താൻ ഒരാൾക്ക് ചൊല്ലി പിരിച്ച പെണ്ണിനെ ഒരാൾ വിവാഹം കഴിച്ചു. ഹുല്ലുകൊണ്ട് പിരിച്ച പെണ്ണാണെങ്കിൽ പോലും ബിദൂനി സലാസി, 3 താഴെ തലാഖ് കൊണ്ട് പിരിച്ച പെണ്ണിന് കല്യാണം കഴിച്ചു. വലോ ബാദ നക്കഹത്തിൽ സൗജിൻ നാസർ, മറ്റു ഭർത്താൻ വിവാഹം ചെയ്തതിന് ശേഷമാണെങ്കിൽ പോലും ദുഹൂലിമഹ, അവൾ അയാളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ പോലും അങ്ങനെ അവൻ കഴിച്ചാൽ ആദത്തിലേഹി, അവൾ അയാളിലേക്ക് മടങ്ങി വരിക. ബിവഖിയത്തിഹി, നേരത്തെ ഉള്ള 3 തലാഖിൻ്റെ ബാക്കിയാണ്. മിൻസിൻതൈനി വാഹിദ, 2 ഉണ്ടാവും, അല്ലെങ്കിൽ 1 ഇങ്ങനെ. ഇനി ഈല എന്ന് പറയുന്ന പാഠമാണ്. ഒരു പെണ്ണിനെ വത്ത് ചെയ്യൂല എന്ന് സത്യം ചെയ്യുന്നില്ല, അവളെ ബുദ്ധിമുട്ടിക്കലല്ലേ. പഴയ കാലത്ത് ഇസ്ലാമിന് മുമ്പ് അത് ത്വലാഖായിരുന്നു. ഇസ്ലാം അത് ത്വലാഖ് എന്നതിൽ നിന്ന് എടുത്തു കളയണം. രണ്ടും ത്വലാഖാൻ പറ്റില്ല. പരമാവധി പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കുറക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അതാണ് അടുത്ത പാഠം. അള്ളാഹു നമുക്ക് നാഫിയായിരുന്നു നൽകട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ ഇൽമ കൊണ്ട് ഉപകാരമെടുക്കുന്ന എല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.